Hello, good afternoon. Good afternoon. Good afternoon, Miss. ഓക്കെ, റെഡിയാണോ എല്ലാവരും? കുറച്ചുപേര് വന്നോളൂല, ആകെ കുറച്ചുപേരായുള്ളൂ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വരുന്നവര് വരട്ടെ. ആകെ കുറച്ച് പേരുള്ളൂ, 20 കാണാനുള്ളൂ കൂടെ. അപ്പൊ ഇല്ല, ഇന്ന് നമ്മള് നിങ്ങൾക്ക് നോട്ട് സെൻഡ് ചെയ്തിട്ടുണ്ടാവില്ല, കയ്യിൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? ഇല്ലല്ലോ? ഇല്ല ഇല്ല. കഴിഞ്ഞ ദിവസം ഇന്നലെ അവധിയായിരുന്നത് കൊണ്ട് ഇവിടെ ടെക്നിക്കൽ വിഭാഗം എല്ലാവരും അവധിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോട്ട്സ് സെൻഡ് ചെയ്ത് കാണില്ല. അതുകൊണ്ട് നോട്ട്സ് സെൻഡ് ചെയ്യാത്തത് കൊണ്ടും അത് ഒത്തിരി സമയം എടുക്കും. നമ്മൾ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ, അതായത് വലിയ ഇങ്ങനെ സെന്റൻസ് ഒക്കെ ആയിട്ടുള്ള ചോദ്യമൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും എന്നുള്ളത് കൊണ്ടും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബോത്ത് മാസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബോത്ത് മാസ് അറിയോ? എന്താ അതിന്റെ എക്സ്പാൻഡഡ് ഫോം? എക്സ്പാൻഡഡ് ഫോം എന്താ? ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അതിന്റെ മുമ്പിൽ ഒരു ബി, അതായത് ഇട്ടിട്ടുണ്ട് ഞാൻ, ബി ബോത്ത് മാസ് എന്ന് പറയുന്നതിന്റെ മുമ്പിൽ ഒരു ബി കൂടി വന്നിട്ടുണ്ട്. അതായത് ഒരു വെങ്കുലം ഒരു ബാർ, എന്താ പറയാ, ഇങ്ങനെ ഒരു വെങ്കുലം ബാർ, അതായത് ബ്രാക്കറ്റിനകത്ത് ഇങ്ങനെ ഒരു ബാറിനെ സൂചിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ, ഇത് കേട്ടാ ഒരു ബാർ, അതിനെ സൂചിപ്പിക്കുന്ന ഭാഗം ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിനകത്ത് ആ ബാർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള ഭാഗം തുടങ്ങി വരിക, ബ്രാക്കറ്റൊക്കെ വരിക കേട്ടാ. ബ്രാക്കറ്റിനകത്ത് ചിലപ്പോൾ ആ ഒരു ബാർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എന്താ പറയാ ഒരു ഓപ്പറേഷൻ, ഒരു ക്രിയ ചെയ്യുന്ന സമയത്ത് ആ അത്രയും ഭാഗത്തിൽ ഇപ്പൊ 48x3 അങ്ങനെ ഒരു ബൈറ്റ് മുകളിൽ ഒരു ബാർ ഉണ്ടെങ്കിൽ ആ ബാർ ആദ്യം തന്നെ ക്ലിയർ ചെയ്യുക. അതായത് ആ മുകളിൽ വന്നിരിക്കുന്ന വരനെയാണ് ഇവിടെ ബാർ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഒരു സംഭവം ക്ലിയർ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ എന്താന്ന് വെച്ചാൽ ആ ഒരു ക്രിയ എന്താണോ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ക്രിയകളെല്ലാം ചെയ്യാം. ഓക്കെ, അപ്പൊ അതും കൂടി ഉണ്ട് അതിന്റെ കൂടെ. അപ്പൊ അത് പറ്റുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെന്ന് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഫോം, എക്സ്പാൻഡഡ് ഫോം എല്ലാവർക്കും അറിയാം. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, ഇത്രയുമാണ്. അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം പ്രോബ്ലം. അതറിയില്ലാത്തവർ വേഗം ഒന്ന് അവിടെ എഴുതി വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പല പ്രാവശ്യവും. ബോത്ത് മാസിന്റെ മുമ്പിൽ ഒരു വി ഉണ്ട് കേട്ടോ. വി എന്ന് പറയുന്നത് വെങ്കുലം ഓർ ബാർ, VINCULUM ഓർ ബാർ എന്നുണ്ട്, ബാർ, BAR. ആ ഒരു വരേനെയാണ് ഈ ഉദ്ദേശിക്കുന്നത് ബാർ എന്ന്. ഓക്കെ, അപ്പൊ ഇനി ക്വസ്റ്റ്യൻ ചെയ്യാം.
അത് ഇതാവുമ്പോ എളുപ്പത്തെ ഒരു ഇക്വേഷൻ പോലെ ഒരു ക്വസ്റ്റ്യൻ പോലെ അവർ തരാം, വേഗം വേഗം നിങ്ങൾക്ക് ചെയ്യാനും പറ്റുമല്ലോ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വേഗം എഴുതിയെടുത്തോ. 20 × 30 ഹരണം ബ്രാക്കറ്റിനകത്ത് 7 - 2 ബ്രാക്കറ്റ് ക്ലോസ് +60. ഇതിന്റെ ആൻസർ എത്രയാണെന്നാണ് ചോദ്യം. 20 × 30 ഹരണം 7 - 2 ബ്രാക്കറ്റിനകത്താണ് +60. പെട്ടെന്ന് വരെ ചെയ്തോ. ആൻസർ അറിയെങ്കിൽ വേഗം വേഗം അങ്ങോട്ട് പറഞ്ഞോളൂ കേട്ടോ. ആൻസർ ഇല്ല. 180. 660, 1950, 480, ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. 180, 660, 1950, 480. ഏതെങ്കിലും കിട്ടിയതാ? യെസ്, കറക്റ്റ് ആൻസർ ആണ്. ഇരിക്കുന്ന 26 പേർക്കും 26 24 പേർക്കും കിട്ടിയോ? 2 പേരും, ഒന്ന് ഞാനും, ഒന്ന് എന്റെ പ്രസന്റ് ചെയ്യുന്ന ഗൂഗിൾ മറ്റേ ഇതാണ്, വൈറ്റ് ബോർഡും ആണ്. ബാക്കി എല്ലാവർക്കും കിട്ടിയല്ലോ. ദാറ്റ് മീൻസ് 24 പേർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി ഞാൻ ചെയ്യണ്ടല്ലോ. മൂവ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിയുമ്പോ പറയരുത് കേട്ടോ, അയ്യോ മിസ്സേ മറ്റേത് കിട്ടിയില്ല അതൊന്ന് പറയോ എന്ന് പറയരുത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാണ്. 108. വേഗം വേഗം ചെയ്തോ. വേഗം ചെയ്താൽ കുറെ കണക്ക് തരാം. 108 ഹരണം 36 ഓഫ് 1/4 + 2/5 into 3 1/4. ഹരണം 36 ഓഫ് 1/4 + 2/5 into 3 1/4. ഞാൻ ആൻസർ വായിക്കാം, ഇതിലേതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 12 1/10, 13 3/10, 12 3/10, 13 1/10. ആൻസർ കിടക്കുന്ന ഒരു സ്റ്റൈലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ആ രീതിയിലുള്ള ആൻസേഴ്സ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ചിലപ്പോ ചിലർ വേണമെങ്കിൽ ഇനി ഡെസിമൽ നമ്പറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോർമാറ്റിലോ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോ ഒക്കെ വേണമെങ്കിൽ ആൻസർ കണ്ടുപിടിക്കും. തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷനിലെ ആൻസേഴ്സും തന്നിരിക്കുന്നത് മിക്സഡ് ഫ്രാക്ഷനിലാണ്, മിശ്ര ഭിന്നത്തിലാണ്. പറഞ്ഞ ഏതെങ്കിലും ഉത്തരം ഉണ്ടോ എന്ന് നോക്കണേ. ഓപ്ഷൻ ഒന്നും കൂടെ വായിക്കോ. 12 1/10, 13 3/10, 12 3/10 and 13 1/10. ഇത് രണ്ടും ചെയ്യാമല്ലോ. ആദ്യം 36 ഓഫ് 13 3/10. യെസ്, 13 3/10 ആണ് ആൻസർ. കിട്ടിയോ എല്ലാവർക്കും? 36 ഓഫ് 1/4 എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം 36 × 1/4 എന്നാണ്. അപ്പൊ 36 × 1/4 എന്ന് പറഞ്ഞാൽ ഈ 4 നമുക്ക് 36 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 9 കിട്ടും. 9 4s are 36. പിന്നെ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്താ? 108ഉം 9 കൂടി ഡിവൈഡ് ചെയ്യുന്നതാണ് അടുത്ത ക്രിയ ചെയ്യേണ്ടത്. കാരണം അത് കഴിഞ്ഞ ഓഫ് കഴിഞ്ഞ പിന്നെ വരുന്നത് ഡിവിഷൻ ആണ്. അപ്പൊ 36 സോറി 108 ÷ 9, 108 ഹരണം 9 എത്ര കിട്ടാം? എത്ര പ്രാവശ്യം പോകും? 12 അല്ലേ? അപ്പൊ ഇത്രയും ഭാഗം കഴിഞ്ഞു. ഇപ്പൊ ഞാൻ വട്ടം വരച്ചേക്കണ ആ ഭാഗം കഴിഞ്ഞു, അത്രയും കംപ്ലീറ്റ് ആയി. ഇനിയുള്ളത് പ്ലസ് 2/5, 2/5 ഇൻറ്റു, ഇവിടെ ഇൻറ്റു ആണ്, 3 1/4. 3 1/4 ആയിട്ട് ഇൻറ്റു ചെയ്യാൻ പറ്റില്ല. സോ യു ഹാവ് ട്രൈ ദാറ്റ് ഇൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അത് ആദ്യം വിഷമഭിന്നത്തിലേക്ക് ആക്കുക. 3 × 4 12, 12 13, 13/4. 13/4 ആണ്. നമുക്ക് വേണമെങ്കിൽ ഈ 2 വെച്ച് അടിയിലത്തെ 4 വെട്ടി 2 ആക്കാം.
അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താ കിട്ടുക? ബാക്കി ഇനിയുള്ളത് ഈ 13/2 പിന്നെ ഒരു 1/5 ആണ്. അത് നമുക്ക് ചെറുതാക്കാം. 12 പ്ലസ് അങ്ങനെ തന്നെ എഴുതി 13/10 ആക്കാം. ആണോ? എന്തോ? ഓക്കെ, 13/10. 13/4 എങ്ങനെ കിട്ടി? 13/4 അതെ അതായത് അതെ 3 1/4 3 1/4 ഈ സാധനം 3 1/4 അത് മിക്സഡ് ഫ്രാക്ഷനിലാണ് കിടക്കുന്നത്. അങ്ങനെ വെച്ച് നമുക്ക് എങ്ങനെ ആ 2/5 വെച്ച് എന്താ പറയാ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ, ലഘൂകരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആ 3 1/4 എന്താക്കി? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി, വിഷമ ഭിന്നത്തിലേക്ക് ആക്കി. അപ്പൊ ഇത് രണ്ടും കൂടി ഗുണിക്കാം, 3 4 കൂടി ഗുണിക്കുക, കിട്ടിയ ആൻസർ മുകളിൽ കൂട്ടുക. 3 4 12 12 13 13/4 വരിക. കിട്ടിയോ? മനസ്സിലായി. മിസ്സേ ഈ ഓഫും ഹരണവും കൂടി വരുമ്പോ ഓഫ് ആണല്ലോ ആദ്യം ചെയ്യേണ്ടത്. അതെ അതെ, ഓഫാണ് അത് ചെയ്യേണ്ടത്. നമ്മൾ ഓഫും ഹരണവും കൂടി വരുമ്പോ അങ്ങനെ ചെയ്യുന്ന ചോദിക്കില്ലേ? അപ്പൊ നമ്മൾ ആ ബോട്ട് മാസിനെ എക്സ്പാൻഡ് ചെയ്ത് മറന്നുപോയാ? ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഓഫ് കഴിഞ്ഞിട്ടാണ് ഡിവിഷൻ വരേണ്ടത്. അപ്പൊ ഓഫ് എന്ന് പറയുന്ന ക്രിയ ആദ്യം ചെയ്യണം. ഓക്കെ, അപ്പൊ 13/4 ആ 4നെ ഞാൻ മുകളിൽ കിടക്കുന്ന 2/5 ഈ 2 കൊണ്ട് വെട്ടി. 2 4 2 ടൈംസ് ആണ് പോകുക. അപ്പൊ അടിയിൽ 2 എഴുതി, മുകളിലത്തെ 2 വെട്ടി കളഞ്ഞു. അപ്പൊ 13 മുകളിൽ അവശേഷിച്ചു. ബാക്കി 5 × 2 10 എഴുതി. അപ്പൊ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ് 12 പ്ലസ് 13/10 എന്നാണ്. 12 പ്ലസ് 13/10. അപ്പൊ ഇല്ലേ ആ ഫ്രാക്ഷൻ ഭാഗം ഇല്ലേ, ഫ്രാക്ഷൻ ഭാഗം അതൊന്നുകൂടി അങ്ങോട്ട് സിംപ്ലിഫൈ ചെയ്യാം. നോക്കിയേ, 13/10 അതിനൊന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റി വീണ്ടും മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കണം. 10നെ 13നെ നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു പ്രാവശ്യമാണ് പോവുക. അപ്പൊ 10 പോയി, ബാക്കി ശിഷ്ടം 3 വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ 12ന്റെ കൂടെ നമ്മൾക്ക് മുകളിൽ കിട്ടിയ ആ എന്താ പറയാ ഡിവിഡന്റ് അല്ലെ, കോഷ്യന്റ് അത് നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 12ന്റെ കൂടെ പ്ലസ് 1, ബാക്കി റിമൈൻഡർ വന്നത് എത്രയാ? 3 ആണ്. 1 3/10 ആ 1 എന്ന് പറയുന്നത് 12ന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം 13. ബാക്കി വന്നത് 3/10 ഫ്രാക്ഷൻ ഭാഗമായിട്ട് എഴുതാം. അങ്ങനെയാണ് 13 3/10 കിട്ടിയത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, ആ ഹോൾ നമ്പർ എടുത്ത് നമ്മളുടെ ഹോൾ നമ്പറിന്റെ കൂടെ ആഡ് ചെയ്യാം. ഫ്രാക്ഷണൽ ഭാഗം ഫ്രാക്ഷനായിട്ട് തന്നെ എഴുതാം, അത്രേ ഉള്ളൂ. ഓക്കെ, 13നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഒരു പ്രാവശ്യം പോയി. ആ 1 മാത്രമേ ഉള്ളൂ. ബാക്കി ഇനി 3 റിമൈൻഡറാ. പോയിന്റ് ഇട്ട് ചെയ്യണ്ട, കാരണം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആൻസർ ഈസ് ഇൻ മിക്സഡ് ഫ്രാക്ഷൻ. തന്നിരിക്കുന്ന ആൻസർ മിശ്ര ഭിന്നത്തിലായതുകൊണ്ട് മിശ്ര ഭിന്നത്തിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്ത ആൻസർ വരുള്ളൂ. അതുകൊണ്ടാണ് 12ന്റെ കൂടെ മുകളിൽ കിട്ടിയ ആ ഒരു എന്താ പറയാ കോഷ്യന്റ് നമ്മൾ എന്ത് ചെയ്തു? 1 ആഡ് ചെയ്തു. 12ന്റെ കൂടെ 1 കൂട്ടി 13. ബാക്കി വന്ന 3 റിമൈൻഡറും അതുപോലെ എന്താ പറയാ നമ്മളുടെ കോമൺ ഡിനോമിനേറ്റർ ആയിട്ടുള്ള 10ഉം അങ്ങനെ തന്നെ എഴുതി ചെയ്താം. 3/10 13 3/10. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നോട്ട് ചെയ്യാട്ടോ, ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാം. 15 പ്ലസ് അടുത്തത് 15 ഹരണം 5, അത് ബ്രാക്കറ്റിനകത്താണ്. മൈനസ് 15 ഹരണം 15, അത് വീണ്ടും ബ്രാക്കറ്റിനകത്താണ്. ഇൻറ്റു 15 കൊണ്ടുള്ള ഒരു കളിയാണ്. 15 പ്ലസ് 15 ഹരണം 5 മൈനസ് 15 ഹരണം 15, രണ്ടും ബ്രാക്കറ്റുകളാണ്, സെപ്പറേറ്റ്. ഇൻറ്റു 15. ഇരുപത്തിമൂന്ന് 13 17 3 എന്നൊക്കെയാണ് ആൻസർ ഓപ്ഷൻ കൊടുത്തേക്കണം. 3 ആദ്യം. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയുവോ? ക്വസ്റ്റ്യൻ സ്ക്രീനിലുണ്ടല്ലോ. മിസ്സേ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയോ? ക്ലിയർ ആവുന്നില്ലായിരുന്നു. ഇവിടെ മറ്റേ സ്ക്രീൻ കാണുന്നില്ലേ? കാണാലോ. കാണാനില്ലേ? നൗസിയ, ഹലോ. എനിക്ക് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഇത്ര നേരം കുഴപ്പമില്ല, പെട്ടെന്ന് ഇല്ല മിസ്സേ, കാണാം മിസ്സേ. റീജോയിൻ ചെയ്ത് നോക്ക്. 15 പ്ലസ്
15 ഹരണം 5 അത് ബ്രാക്കറ്റിനകത്ത് മൈനസ് റീജോയിൻ ചെയ്ത് നോക്കാം. ലീവ് ചെയ്തിട്ട് ജോയിൻ ചെയ്യട്ടെ, അതായിരിക്കും നല്ലത്. അത് സ്ക്രീനിൽ എഴുതുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാൽക്കുലേഷന്റെ ആ ഒരു സിമ്പിൾ മാറണ്ടല്ലോ, സൈൻ മാറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. S3 ആണ് എല്ലാവർക്കും ആൻസർ കിട്ടിയ. ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? 3 എല്ലാവർക്കും കിട്ടിയ ആൻസർ. ഓ വെരി ഗുഡ്. അപ്പൊ ഞാൻ ചെയ്യണില്ല കേട്ടോ, പോകണം അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വീണ്ടും 10 കൊണ്ടാണ് അടുത്ത പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. 10 × 10 ഹരണം 10 × 10. മിസ് റെക്കോർഡ് ഓൺ ആണെന്ന്. റെക്കോർഡിംഗ് ഓണാണല്ലോ മോനെ. റെക്കോർഡിംഗ് ഓണാണ്. ഓക്കെ മിസ്, മറന്നുപോയോന്ന് അറിയാൻ ചോദിച്ചതാ. സാരില്ല, സോറി. അത് നല്ലതാ പറയുന്നത് ഇടയ്ക്ക്. അപ്പൊ ഇത് ചിലപ്പോ ഓഫായും പോകുന്നുണ്ടെന്ന് പറയണേ, തന്നെത്താനെ അത് റെക്കോർഡിംഗ് പോകാറുണ്ടെന്നും പറയുന്നത്. അത് നിങ്ങൾ ഇടയ്ക്ക് ശ്രദ്ധിച്ചേക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇതിന്റെ ആൻസർ എത്ര കിട്ടി? 10 × 10 ഡിവൈഡഡ് ബൈ 10 × 10. 100. 1 ഉണ്ട്, 100 ഉണ്ട്, 10 ഉണ്ട്, 1/100 ഉണ്ട്. ചിലര് 1 പറയുന്നു, ചിലര് 100 പറയുന്നു. നോക്കാം നമുക്ക്. അപ്പൊ ഡിവിഷൻ ആണ് നമ്മൾക്ക് വേണ്ടത് ആദ്യം, അല്ലെ? അപ്പൊ ഈ ആദ്യത്തെ 10 ഇൻറ്റു അവിടെ തന്നെ കിടക്കട്ടെ. അടുത്തതിലും 10 ഡിവൈഡഡ് ബൈ 10. ആ 10 ഡിവിഷൻ 10 ആണ് ആദ്യം ചെയ്യേണ്ടത്. 10 ഡിവൈഡഡ് ബൈ 10 നമുക്കറിയാം 1 ആണ്, അല്ലെ? വീണ്ടും അറ്റത്ത് കിടക്കുന്ന ഒരു 10 കൂടി ഉണ്ട്, അതും ഇൻറ്റൂട്ട് അവിടെ തന്നെ എഴുതി. സോ 10 × 1 × 10 100 ആണ് ആൻസർ. ശരിക്കുള്ള ആൻസർ 100 ആണ്. തെറ്റിക്കരുത്, 1 അല്ല. അല്ല, ചിലര് അത് പെട്ടെന്ന് എങ്ങനെയാ ചെയ്തു? ചിലർ ചെയ്തപ്പോ ഇങ്ങനെയാ ചെയ്തേക്കണേ, 10 × 10 100, 10 × 10 100. അപ്പൊ 100 ഡിവൈഡ് ബൈ 100 1 എന്ന് എഴുതി. ഓക്കെ, തെറ്റിക്കരുത്, അങ്ങനെയല്ല, അത് തെറ്റാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം ആ കിട്ടിയ ആൻസർ കൊണ്ട് അപ്പുറത്ത് അറ്റത്തും ഇറ്റത്തും 2 സ്ഥലത്ത് കിടക്കുന്ന 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 100. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. 32 × 5 പ്ലസ് 72 divided by 18 minus 12 plus 48 divided by 3. ചെയ്യാം. ശ്രദ്ധിച്ച് ചെയ്യാം, തെറ്റിക്കാതെ. എല്ലാ ഓപ്ഷൻ അതൊക്കെ വായിച്ചു നോക്കട്ടാ. ബ്രാക്കറ്റിന്റെ എവിടെ, ഡിവിഷൻ എവിടെ എന്നൊക്കെ നോക്കിയിട്ട് ചെയ്യാം. നൂറ്റി 144, 164, 164, 136, 168. ഇത്രയും ആൻസേഴ്സ് ഓപ്ഷൻ കേട്ടോ. 136, 144. 136. 136 ഉണ്ട്, 144 പറഞ്ഞല്ലോ. നോക്ക്. ഉറപ്പിച്ചോ? 144 ഉറപ്പിച്ചോ? 136 ഉറപ്പിച്ചോ? നോക്കാം നമുക്ക് എന്താണ് തെറ്റിപ്പോയെന്ന്. തെറ്റിപ്പോകരുത്, ബ്രാക്കറ്റ് ആണ് ആദ്യം ചെയ്യേണ്ടത്. Even it is plus or minus inside the bracket, you have to clear the bracket first. ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ചിലപ്പോ പ്ലസ് മൈനസ് ഒക്കെ ഉണ്ടാവും, എന്നാലും ബ്രാക്കറ്റ് ആണ് ആദ്യം ചെയ്യേണ്ടത്. അതിന്റെ ഉള്ളിൽ പ്ലസ് മൈനസും അങ്ങനെ ആണല്ലോ, അതുകൊണ്ട് അവസാനം ചെയ്താൽ മതി എന്നും ആലോചിച്ചിരുന്നാ പോരാ കേട്ടോ.
ബ്രാക്കറ്റ് ക്ലിയർ ചെയ്യണം ഫസ്റ്റ്. അപ്പൊ നിങ്ങൾ എങ്ങനെ ചെയ്തു? ബ്രാക്കറ്റ് ആദ്യം ചെയ്തു അല്ലേ? ബ്രാക്കറ്റ് ചെയ്തു. അപ്പൊ എന്താ കിട്ടിയത്? അതിന്റെ ഉത്തരം എന്ത് കിട്ടിയ? ബ്രാക്കറ്റിനകത്തുള്ള മാത്രം ആൻസർ എന്താ വരിക? 48 ഹരണം 3 ആദ്യം ചെയ്തു. 28. ബ്രാക്കറ്റിനകത്തും ബോത്ത് മാസ് നോക്കണം. അപ്പൊ അവിടെ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ 48 ഡിവൈഡ് ബൈ 3 ആണ്. 48 ഡിവൈഡ് ബൈ 3 എത്ര കിട്ടി? 16. 16 പിന്നെ പ്ലസ് 12 കൂടി കൂട്ടണം. അപ്പൊ എത്ര കിട്ടി? 28. 28. അപ്പൊ ആ -28 ഞാനിപ്പോ ഇവിടെ കൊണ്ടുവന്ന് എഴുതിയിട്ട് എത്രയും ഭാഗം ചെയ്ത് കഴിഞ്ഞതിന്റെ ഭാഗമാണ് മുകളിൽ കൊണ്ടുപോയി -28 എഴുതിയിട്ടുണ്ട്. ആ ബ്രാക്കറ്റ് തീർത്തു. ഇനി നമ്മൾ അവിടെ വീണ്ടും നോക്കുമ്പോ ഇവിടെ 78 ഡിവൈഡഡ് ബൈ 18 ഉണ്ട്. ആ ഡിവിഷൻ ആണ് ആദ്യം ചെയ്തത്. 72-ല് 18 എത്ര പ്രാവശ്യം പോകും? 4 times. അതെ, 4 times. 4 ടൈംസ് ആണ്. 4 ടൈംസ്. അപ്പൊ ഇവിടെ 4 കിട്ടി. ഓക്കെ, അപ്പൊ അവിടെ 4 ഉണ്ട്. മറ്റേത് അത് കഴിഞ്ഞിട്ട് ഇനി പറഞ്ഞത് 32 into 5 ആണ്. 32 into 5 എത്രയാ? 160. 160 അല്ലെ? 160. അപ്പൊ വേണ്ടത് 160 പ്ലസ് 4 മൈനസ് 28 ഇങ്ങനെയാണ് വരണ്ടേ. ഓക്കെ, ഹരണം കഴിഞ്ഞു. പിന്നെ അപ്പുറത്തുള്ള മൾട്ടിപ്ലിക്കേഷൻ 32 into 5 ചെയ്തു. 160 കിട്ടി. പ്ലസ് ആ ഡിവൈഡ് ചെയ്ത 4 മുകളിൽ എഴുതി. ആ ബ്രാക്കറ്റിന്റെ മൊത്തം ആൻസർ ആയി 28 എടുത്തേക്കിയത് -28 ആണ്. 160ന്റെ കൂടെ 4 കൂട്ടുമ്പോൾ 164. 164-ൽ നിന്നും 28 ഓർക്കണം 28 അറിയില്ല. അതുകൊണ്ട് നമ്മൾ എന്താകും? അത് 14 ആക്കും. ബാക്കി ഇവിടെ 5 ഉള്ളൂ. ഓക്കെ, അപ്പൊ 14-ന്ന് 8 പോയ 8, 6 14, 5-ന്ന് 2 പോയ 3 ആൻഡ് 1 ഇറക്കി എഴുതണം. 136 is the correct answer. അടുത്ത ക്വസ്റ്റ്യൻ പറയാം. 525 ഒരു ക്രിയ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയാൽ മൊത്തം ആൻസർ മാറും. +8 into 3 ചെയ്തോ? ചെയ്തോ? 129. 100, 129, 130, 24. 129. 129. അതിൽ ഇനി സംശയമില്ല എല്ലാവർക്കും? ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുക. ഡിവിഷൻ ആണ് ആദ്യം നടക്കേണ്ടത്. ആ കിട്ടിയ ആൻസറും അതിനുശേഷം ഇത് തമ്മിൽ കൂട്ടുക, അല്ല സോറി മൾട്ടിപ്ലൈ ചെയ്യുക. അതും തമ്മിൽ എന്ത് ചെയ്യുക? കിട്ടിയ ആൻസർ തമ്മിൽ ഡിവൈഡ് ചെയ്യുക, സോറി ആഡ് ചെയ്യുക. 525 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ എത്ര കിട്ടി? 105. 105. 105ന്റെ കൂടെ 24 കൂട്ടി 129. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയാം. -8 മൈനസ് നെഗറ്റീവ് വേറെ എന്തോ ഓഡിയോ വരുന്നുണ്ട്. എന്തോ വേറെ എന്തോ ഒരു ഓഡിയോ വരുന്നുണ്ട്. ഇല്ലല്ലോ, മനസ്സിലായല്ലോ? വേറെന്തോ സൗണ്ട് കയറി വരുന്നുണ്ടെന്ന്. എവിടുന്നോ? ഇല്ലല്ലോ, എനിക്ക് സൗണ്ട് ഒന്നും കേൾക്കണില്ല. ഇവിടെ എനിക്ക് കേൾക്കണില്ല. വേറെ എല്ലാവർക്കും ഉണ്ടോ സൗണ്ട്? എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഇപ്പോഴില്ല മിസ്സേ. ഇടയ്ക്കുണ്ട്. അതത് എനിക്ക് സൗണ്ട് ഒന്നും കേൾക്കണില്ല. ഇപ്പൊ നിന്നു, നേരത്തെ മിസ്സിന്റെ അവിടുന്നാ വരുന്നേ. എന്ത് സൗണ്ടാ? ഇടയ്ക്ക് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട് മിസ്. ഇടയ്ക്ക് ഇപ്പൊ സൗണ്ട് ഇല്ല. എന്ത് സൗണ്ടാ വരുന്നേ? ആരൊക്കെ സംസാരിക്കണ പോലൊക്കെ സൗണ്ട്. എക്കോ പോലെ. ആ, എനിക്ക് കേൾക്കണല്ലോ. ഇപ്പൊ ഇല്ല, ഇപ്പൊ കേൾക്കണില്ല. ഇപ്പൊ ഓക്കെ. ഇപ്പൊ കേൾക്കണില്ല. അത് കണക്ക് ചെയ്തോ. -8 മൈനസ് -5 + 7. -10. Positive 10, -10, 4 and -6. -10.
-10. -10. Any other answer? ഇല്ലല്ലോ, ഇല്ല. -8 വരും. മൈനസ് ഇടണം. ഇവിടെ ഈ ബ്രാക്കറ്റ് ആദ്യം റിമൂവ് ചെയ്യണം. -5ഉം +7ഉം വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 2 ആണ്. വലുതിന്റെ സൈൻ എന്ന് പറയുമ്പോ 5ന്ന് അല്ല 7ന്ന് 5 കുറച്ച 2. വലുതിന്റെ സൈൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ്. ആ പോസിറ്റീവ് അവിടെ ഇട്ടുണ്ട്, വെറുതെ 2 എന്നാ ഞാൻ എഴുതിയ. ഇത് ഈ ബ്രാക്കറ്റിന്റെ പുറത്ത് കിടക്കുന്ന മൈനസ് ആണ് ഈ താഴോട്ട് ഇറക്കിയിരിക്കുന്നത് കേട്ടാ. അപ്പൊ -8 -2 രണ്ടും ഒരേ സൈൻ വരുമ്പോ കൂട്ടിയിട്ട് ആ ചിഹ്നം തന്നെ ഇടുക. സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുക, ചിഹ്നം അത് തന്നെ എടുത്ത് എഴുതാം. ഓക്കെ, അടുത്തത് 18. +4 × 3 -10 ഹരണം 5 ചെയ്തോൾട്ടാ. ഇരുപത്തെട്ട് 28. 28 ശരിയാണ്. ആദ്യത്തെ ആൻസർ 28 ആണ്. കിട്ടിയിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. 28 ആണ് ആദ്യത്തെ. 18 + 4 × 3 -10 ഹരണം 5. കിട്ടിയില്ല. ആദ്യത്തെ കിട്ടിയില്ലെന്നാണോ? എന്ത് ചെയ്ത് നോക്കിയാ? ആദ്യം ഡിവിഷൻ ചെയ്തു. ഡിവിഷൻ ചെയ്യുമ്പോ 10 ഹരണം 2 10 ഹരണം 5 2 വരിക. ആ -2 അങ്ങനെ തന്നെ ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. 4 × 3 12 അതവിടെ എഴുതി. +18 താഴോട്ട് ഇറക്കി എഴുതി. ഇനി ചെയ്യാലോ. 18ഉം ഈ 12ഉം ആഡ് ചെയ്യാനുള്ളത്. അഡീഷൻ കഴിഞ്ഞിട്ട് സബ്ട്രാക്ഷൻ. അപ്പൊ 18ഉം 12 കൂട്ടിയാൽ 30. 30ന്ന് 2 അതല്ല 30ന്ന് 2 കുറച്ചാൽ 28. 28 കിട്ടുള്ളൂ ആദ്യത്തെ. രണ്ടാമത്തെ ചെയ്ത ആദ്യം ഓഫ് ആണ് ആദ്യം ചെയ്യേണ്ട. ഓഫിന്റെ ഉത്തരം എത്രയാ? 6 of 3. 18. 6 of 3 എന്ന് പറയുമ്പോൾ 6 × 18 6 × 3 18. 12 ഇറക്കി ചെയ്താ മൈനസ് ആണ്. പിന്നെ ഇവിടെ ഉണ്ട് ഒരു 8 × 45 ഡിവിഷൻ. അത് വേറെ ചെയ്യേണ്ടി വരും. 8 × 45 പിന്നെ കിട്ടിയത് എത്രയാണ്? 8 × 45 ഡിവിഷൻ ആണ് കേട്ടാ. ഡിവൈഡഡ് ബൈ 18. ഡിവൈഡഡ് ബൈ 18 -12 ആണ്. എത്ര കിട്ടിയത് ആൻസർ? 8. മാഡം അത് ഒന്നുകൂടി പറയാമോ? 6 of 3 -12. 6 of 3 -12 എന്ന് പറയുമ്പോ 6 of 3 എന്ന് പറയുമ്പോ 6 × 3 18. 18 - 12 18 - 12 എത്രയാ? അതറിയാലോ. 18 - 12 6 ആണല്ലോ. ഓക്കെ. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നോക്ക്. ഇത്രയും കിട്ടിയോ? 18 - 12 ഇങ്ങനെ എടുക്കണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഒരു ഡിവിഷൻ അതിനിടയിൽ കയറി വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം നേരിട്ട് 45 എന്താ പറയാ, നമുക്ക് ആ 18 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ ഒരു ഡിവിഷൻ സൈൻ ഉള്ളത് കൊണ്ട് 8 × 45 ഡിവൈഡഡ് ബൈ 18 അതിനെ 18 ഡിവൈഡ് ചെയ്യേണ്ടതാണ്. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം -12 ചെയ്യാം. -12 സെപ്പറേറ്റ് ആണ്. കാരണം 18ന്ന് 12 മൈനസ് ചെയ്യാനല്ല, ഡിവൈഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് 12 മൈനസ് ചെയ്യേണ്ടത്. പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ചെറുതാക്കാൻ പറ്റുമോ? 8 ആണ് ആൻസർ. എത്ര കിട്ടണേ?
8 ആൻസർ കറക്റ്റ് ആണ്. വെട്ടിച്ചെറുതാക്കാൻ പറ്റുമോ നോക്കുക. 2ന്റെ ടേബിളില് 2 4 times 8 9 times നോക്കാം. 9നെ 45 കൊണ്ട് വെട്ടാൻ പറ്റും 5 times. അപ്പൊ നമുക്ക് അങ്ങനെ വെട്ടിച്ചെറുതാക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വെട്ടിപ്പോകും. അല്ലെങ്കിൽ നമുക്ക് 45നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ 12 മൈനസ് 20 മൈനസ് 12 ആണ് 8 ആണ് ആൻസർ കിട്ടുക. മിസ്സേ അവിടെ 4 അങ്ങനെ വന്നു 2 അല്ലേ വരുന്നത് മോളില് 8ന്റെ 2 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാ 2 വരിക 4 അല്ലേ വരിക. 2 4s are 8. ഓക്കെ മനസ്സിലാക്കി മിസ്സേ. 2 9s are 18. 2 9s are 18. 2 കൊണ്ടാ ഞാൻ വെട്ടിയേ. 4 കൊണ്ട് വെട്ടാൻ പറ്റില്ലല്ലോ 18. ഓക്കെ മിസ്സേ. ഓക്കെ, അപ്പൊ അവിടെ 9 കൊണ്ട് വെട്ടി. 9നെ 45 കൊണ്ട് 5 times വെട്ടി. 5 into 4 20. 20 minus 12 കേട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ 16 into 4 minus 48 minus 48 plus 10 by 8 plus 25 divided by 5. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. ആൻസർ ചെക്ക് ചെയ്യണേ. ടു ആണോ മിസ്സേ? 2 ആൻസർ കറക്റ്റ് ആണ്. 2 മിസ്സേ പറയാമോ? കിട്ടിയില്ല. ഇല്ല. നമ്മുടെ ഡിനോമിനേറ്ററിന്റെ പാർട്ടിലും ഡിവൈഡിന്റെ ഒരു ചിഹ്നം ഉണ്ട്. അപ്പൊ അത് ഓരോന്നോരോന്നായിട്ട് ചെയ്യണം. മുകളിലുള്ളത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അടിയിലുള്ളത് വേറെയാണ് നമ്മൾ ചെയ്യുക. അപ്പൊ 16 into 4 എത്ര കിട്ടും? 16 into 4 തമ്മിൽ ചെയ്യും. 64 ആണല്ലോ. ആ മൈനസ്. ഇനി മൈനസ് 48 പ്ലസ് 10 ആണ്. 48 പ്ലസ് 10 എന്ത് വരും? വലുതിന്ന് ചേർത്ത് കുറയ്ക്കാം, വലുതിന്റെ ചിഹ്നം ഇടാം അല്ലെ. 48 10 കുറച്ചാൽ എത്ര വരും? -38. -38. അപ്പൊ 64 മൈനസ് 38 ബൈ അടിയിൽ ചെയ്യുമ്പോ 8 പ്ലസ് അങ്ങനെ തന്നെ എഴുതാം. കാരണം അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യ തമ്മിൽ ഡിവൈഡ് ചെയ്യാനുള്ളതാ. 25 divided by 5 എത്ര കിട്ടും? 5 കിട്ടും. അപ്പൊ നമുക്ക് കിട്ടിയത് 64 മൈനസ് 38 ബൈ 8 പ്ലസ് 5. 8 5 കൂട്ടി 13 ആക്കാം. മുകളിലുള്ള 64ന് 38 കുറയ്ക്കാം അല്ലെ. 64ന് 38 കുറച്ചാൽ എത്ര കിട്ടും ആൻസർ? 64 മൈനസ് 38 26 ബൈ അടിയിൽ 8 5 ആഡ് ചെയ്യാണ്. 8 5 കൂട്ടിയാൽ എത്രയാ? 13. 13 എന്ന് പറയുന്നത് 26ല് 2 പ്രാവശ്യമാണ് പോവുക. സോ 2 is the answer. 2 ആണ് ഉത്തരം കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ പറയാം. 6 മൈനസ് 3 ഇൻറ്റു 4 പ്ലസ് 15 ഹരണം 3 മൈനസ് 2 പ്ലസ് 8 ചെയ്യും. 5 ആണോ എല്ലാവർക്കും കിട്ടിയ? 5. ഡിവിഷൻ ഉണ്ട്, ഡിവിഷൻ ചെയ്യാം. ഇവിടെ ഇപ്പുറത്ത് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അത് ചെയ്യാം. പിന്നെ പ്ലസ് മൈനസ് ഒക്കെ നോക്കി ചെയ്യാം. 5 കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയേ.
സോ എല്ലാവർക്കും കിട്ടിയെന്നാണ് അതിന്റെ അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ 2 + 10 × 10 ഹരണം 10 × 10. ടു 102. 102. 102. 102. 200 പറഞ്ഞല്ലോ ആരോ? അത് പ്ലസ് എന്നുള്ള ഇൻറ്റു ആണെന്ന് ഓർത്ത് 102. ശരിയായില്ലേ? 102 കിട്ടിയില്ല എല്ലാവർക്കും? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണേ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 15 - -25 + 12 / -4. എത്ര കിട്ടി? -13. -13 കിട്ടിയോ എല്ലാവർക്കും? ഒന്ന് പറയാവോ മാഡം? പറയാം. അപ്പൊ നമ്മൾ ഈ ബ്രാക്കറ്റ് ആദ്യം ക്ലിയർ ചെയ്യണേ. -25 ബ്രാക്കറ്റിനകത്താണ് 15 മൈനസ്. അപ്പൊ ഇവിടെ ബ്രാക്കറ്റിന്റെ അകത്ത് കിടക്കുന്ന സംഖ്യ വെച്ച് ഒന്നും ചെയ്യാനില്ല. ബിക്കോസ് ദർ ഇസ് നോ എനി അതർ നമ്പർ. അതിന്റെ ഉള്ളിൽ വേറെ സംഖ്യ ഒന്നുമില്ല. അപ്പൊ സംഖ്യകൾ വെച്ച് ചെയ്യാനില്ല. ബട്ട് അവിടെ ഒരു നെഗറ്റീവ് സൈൻ ആ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. പുറത്തുള്ള നെഗറ്റീവ് സൈൻ കൊണ്ട് ആ നെഗറ്റീവ് സൈൻ നമുക്ക് എന്താ പറയാ കൂട്ടാം. അതായത് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, മുകളിൽ ഉള്ളിലുള്ള നെഗറ്റീവ് എന്താ പറയാ പുറത്ത് കിടക്കുന്ന നെഗറ്റീവ് കൂടി എടുത്ത് ചെയ്ത് വരുമ്പോ 15 + 25 എന്നാകും. ആ ക്രിയയാണ് ചെയ്തേക്കുന്നത്. ദർ ഈസ് നോ നമ്പർ ഇൻസൈഡ് ദ ബ്രാക്കറ്റ്. വേറെ കൂട്ടാനായിട്ട് സംഖ്യ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഈ എന്ത് ചെയ്തു, ബ്രാക്കറ്റിന്റെ പുറത്തും അകത്ത് കിടക്കുന്ന മൈനസുകൾ തമ്മിൽ കൂട്ടി അവിടെ എന്താ പറയുക മൾട്ടിപ്ലൈ ചെയ്ത് അവിടെ എഴുതി പ്ലസ് ചിഹ്നമാക്കി 15 + 25 ആയി. +12 അണ വരും മുകളില്, -4 അടിയിലും വരും, -4. 25ഉം 15ഉം കൂട്ടിക്കഴിഞ്ഞാൽ 40, 40ന്റെ കൂടെ 12 കൂട്ടിക്കഴിഞ്ഞാൽ 52 ആണ്. 52 / -4 എന്ന് വരും. 4 52 എത്ര പ്രാവശ്യം പോകും? 13 പ്രാവശ്യം. 4 ആണ് 52. ഇവിടെ അടിയിൽ ഡിനോമിനേറ്ററിൽ നെഗറ്റീവ് എടുക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒരിടത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ആൻസർ വിൽ ബി നെഗറ്റീവ്. ആൻസർ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ -13 ആണ്. -13. ഓക്കെ, അടുത്തത് ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ 2 + 0.2 -2.02 × 0.91. മിസ് ഇതെങ്ങനെ ചെയ്യുന്നേ? ഓക്കെ, മിസ് ഓപ്ഷൻ ഒന്ന് പറയോ? ഓപ്ഷനാ? ഓപ്ഷൻസില് 2 ഉണ്ട്, 1 ഉണ്ട്, 0 ഉണ്ട്, -1 ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നത്. കിട്ടാത്തവരും ശ്രദ്ധിച്ചിരിക്കട്ടെ. അതായത് നമ്മളിത് ഈ ഒരു ബൈയിൽ കിടക്കുന്ന ഈ ഒരു സംഭവം ആദ്യം ചെയ്യണം അല്ലെ. അടിയിലുള്ള തുടങ്ങിയുള്ള ബൈ അങ്ങനെയുള്ള ഫ്രാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴേന്നാണ് നമ്മളിങ്ങനെ മുകളിലേക്ക് പോവുക ചെയ്തത് കേട്ടാ. അപ്പൊ 0.2 - 2.02 അത് മൈനസ് ചെയ്യാൻ അറിയാമോ? 2.02 0.2 മൈനസ് ചെയ്യണം. നമുക്കറിയാം വലിയ സംഖ്യ എന്ന് പറയുന്നത് 2.02 ആണ്. 2.02 നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? 0.2 മൈനസ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും?
അത് ക്ലിയർ ചെയ്യണേ. അപ്പൊ എത്ര കിട്ടും? -1.82. അതെ, -1.82 എന്ന് കിട്ടും മുകളിലത്തെ ഭാഗം. ഷിജിൻ നോക്കാട്ടാ, അതായത് 2.02 നിന്ന് എന്ത് കുറയ്ക്കണം? പോയിന്റ്, അതായത് 0.2 ആണ് മൈനസ് ചെയ്യണ്ടേ. അപ്പൊ 2 ഒന്ന് ഇറക്കി 2 അങ്ങോട്ട് ഇറക്കി എഴുതിയാൽ മതി. ഇവിടെ 10 ആക്കണം. 10 2 പോയ 8 ആണ് പോയിന്റ്. അപ്പുറത്ത് ബാക്കി ഒന്നുള്ളൂ. അപ്പൊ 1 അങ്ങോട്ട് ഇറക്കി ചെയ്ത് അപ്പൊ -1.82 കിട്ടും ബൈ. ഇനി അതുപോലെ തന്നെ ബൈയില് അടിയിൽ എന്തുണ്ട്? 2 × 0.91. 0.91നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പൊ എത്ര കിട്ടാ? 0.91നെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 182 തന്നെയാണ് അവിടെ വരിക. പക്ഷെ 2 സ്ഥാനത്തേക്ക് പോയിട്ട് 1.82 മുകളിലും വരും, സോറി അടിയിലും വരും. അപ്പൊ അടിയിലും മുകളിലും 1.82 തന്നെയാണ് വന്നേക്കണേ. മുകളില് നെഗറ്റീവ് ആണെന്ന് മാത്രം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അപ്പൊ എന്ത് കിട്ടൂലീന്ന്? ഇത് 2 പെട്ടി പോവില്ലേ? 2 മുകളിലും കോമൺ ആയിട്ടുള്ള 2 സംഖ്യകളാണ് 1.82 1.82. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് 2/2 -1. എന്താ -1? 1.82 2 പ്രാവശ്യം, 2 ഒരേ പ്രാവശ്യമാണ് പോകുക. അപ്പൊ 1 ടൈം എഴുതി. മൈനസ് ഒരെണ്ണത്തിന് ഉണ്ടായിരുന്നു അവിടെ, നെഗറ്റീവ് 1.82 ആയിരുന്നു. അതുകൊണ്ട് അവിടെ മൈനസ് വന്നു. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? 2/2 -1. എന്താ കിട്ടാ? 2/1 കിട്ടും. 2/1ന്റെ ഉത്തരം 2 തന്നെയാണ്. ക്ലിയർ ആയോ ഷിജിൻ? താങ്ക് യു മിസ്സേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം നോക്കിയാണ് തരുന്നത്. ബാക്കി നിങ്ങൾ നോട്ട് സെൻഡ് ചെയ്യുമ്പോൾ അതിനകത്തുള്ളതെല്ലാം ചെയ്ത് നോക്കിക്കോ. കുറച്ച് ഫ്രാക്ഷൻ പോലത്തെയോ കുറച്ച് ബ്രാക്കറ്റ്സ് കൂടുതലുള്ളതൊക്കെയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ചെയ്തിരിക്കുന്നുള്ളൂ. ബാക്കിയുള്ള നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഒരു 2 സെറ്റ് ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ ഇടുന്നുണ്ട് കേട്ടാ, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് നോട്ട് തരുമ്പോ അത് ഫുൾ ആയിട്ട് തരും. ഇന്നലെ സെൻഡ് ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ ഫുൾ നോട്ടായിട്ടായിരിക്കും വരും. അപ്പൊ ഇത് മുഴുവനും ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കണ്ട. ബാക്കിയുള്ള നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാൽ എന്തായാലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചോദിച്ചാൽ മതി. ഇവിടെ ചിലപ്പോ ചിലതൊക്കെ വിട്ടിട്ടുണ്ടാവും. കാരണം നിങ്ങളിപ്പോ ചെയ്തപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എത്രത്തോളം നിങ്ങളത് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ സിമ്പിൾ ആയുള്ളത് ചെയ്യിപ്പിക്കണ്ടല്ലോ. അത് നിങ്ങൾ വെറുതെ നിൽക്കുമ്പോൾ ചെയ്ത് നോക്കിക്കോ. കുറച്ച് ടഫായിട്ടുള്ള ചോദ്യങ്ങൾ, പൈ വരുന്നത്, കുറച്ച് ബ്രാക്കറ്റ്സ് കൂടുതലുള്ളത്, അങ്ങനെയൊക്കെയുള്ളത് ആ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അടുത്ത ദിവസം. ഓപ്ഷൻസ് ഒന്ന് പറയാം. ഓപ്ഷൻ പറയണ. ഓപ്ഷൻ 196, 232, 118, 136. 196. 196 ഉണ്ട്, 232, 232, 118, 136. 196. 196 തന്നെയാണ് ഉത്തരം. എല്ലാവർക്കും തന്നെയാണ് കിട്ടിയേക്കണേ. ആർക്കും വേറെ ആൻസർ കിട്ടിയിട്ടില്ല? ഒന്ന് ചെയ്തതെന്ന് എങ്ങനെയെന്ന് പറഞ്ഞേ. 118 കിട്ടിയ 118 കിട്ടിയ. 118 കിട്ടി. പറയപ്പ ആരെങ്കിലും വേറെ സെപ്പറേറ്റ് ആൻസർ കിട്ടി പറയണം. അന്നേരം നമുക്ക് ചെയ്ത് നോക്കണ്ട. അപ്പൊ അല്ലെങ്കിൽ ആരുടെ ശരിയെന്ന് അറിയില്ലല്ലോ. ഇനി 196 പറഞ്ഞു, 118 പറഞ്ഞു. ഇനിയുണ്ട് 136 ഉണ്ട്, 232 ഉണ്ട്. ഇതേതെങ്കിലും ആൻസർ കിട്ടിയോ? ഇപ്പൊ ഓൾറെഡി 2 ആൻസർ വന്നതുകൊണ്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കേണ്ടി വരും. 6 + 8 × 4 + 3. അപ്പൊ ബ്രാക്കറ്റില് ചെയ്തോ? 6 + 8 അങ്ങനെ തന്നെ എഴുതി. ഇൻഡു ആണ് 4 + 3. 4 + 3 എന്ന് പറഞ്ഞാൽ പിന്നെ ഡിവിഷൻ
പിന്നെ ഡിവിഷൻ കഴിഞ്ഞിട്ട് 2. പിന്നെന്താ പറയാ 7 മൈനസ് 4 ഇട്ടിട്ട് 7 മൈനസ് 3 അവിടെ 4. ശ്രദ്ധിച്ച് ചെയ്യാം. നേരത്തെ നമ്മൾ അങ്ങനത്തെ ഒരു കണക്ക് ചെയ്തു, അതുപോലെ ചെയ്യേണ്ടി വരും. ബൈ ഓൾ ബൈ 2. അത് തന്നെ, അങ്ങനെയൊക്കെ ചെയ്യണം. അതായത് 6+ അവിടെ നിർത്തണം. അടുത്തത് 8 ഇൻറ്റു 7 ഉണ്ട്. അത് കഴിഞ്ഞ ഒരു ഡിവിഷൻ കിടക്കണം. നോക്കിയേ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നേരത്തെ ചെയ്ത പോലെ. 7 കൊണ്ട് 2 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ ഇവിടെ ഇങ്ങനെ ബൈ 2 ഇങ്ങനെ എഴുതിയാൽ മതി. പിന്നെ എന്താ വന്നത് 2 ഇൻറ്റു 4 ആണ്. പിന്നെ ഡിവിഷൻ വന്നിട്ട് 2 ഇൻറ്റു 4 ആണ് വന്നത്. അത് വേണ്ടല്ലോ. സോറി, ഡിവിഷൻ താഴോട്ട് പോയി. പിന്നെ വന്നത് ഇൻറ്റു 4 ആയിരുന്നു അല്ലെ? ഇൻറ്റു 4 ആണ്. 2 താഴേക്ക് പോയി ഡിവിഷന് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കി ഇവിടെ വെട്ടാൻ പറ്റും. കണ്ടാ, അങ്ങനെ ആക്കുന്നതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് വെട്ടി ചെറുതാക്കാൻ വേണ്ടിട്ടാ. അപ്പൊ 7 4 പ്രാവശ്യം പോകും. 4 കൊണ്ട് വിട്ടാലോ? ഇപ്പൊ എത്ര കിട്ടി? 6+ അങ്ങനെ തന്നെ എഴുതി. 7 ഇൻറ്റു 4 28. 28 ഇൻറ്റു 4. 28 ഇൻറ്റു 4 ചെയ്യുക. കിട്ടിയ ആൻസർ കൊണ്ട് 6നെയും കൂടി കൂട്ടുക. 28 ഇൻറ്റു 4 ചെയ്തിട്ട് ശേഷം കേട്ടാ, ഇൻറ്റു ചെയ്തിട്ടാണ് കൂട്ടണ്ടേ. 6 കൊണ്ട് കൂട്ടിയിട്ടല്ല 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ കേട്ടാ. 28 ഇൻറ്റു 4 എത്ര വരും? 112. 112 അല്ലെ? അതെ, 112 പ്ലസ് 6. അപ്പൊ 118 ആണ് ആൻസർ. അതിന് മുമ്പ് എന്ത് പറഞ്ഞു? 196 പറഞ്ഞപ്പോ എവിടെയും മിസ്റ്റേക്ക് വന്നേന്ന് നോക്കണേ. ആണ് ഇതിന്റെ ആൻസർ. മിക്കവരുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തിയേക്കാം. തിരുത്തിയോ? ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പറയാം. അടുത്തത് പറയട്ടെ. 9 മൈനസ് 5 ഡിവിഷൻ 8 മൈനസ് 3 ഇൻറ്റു 2 പ്ലസ് 6. പതിമൂന്ന്. 13. എത്ര കിട്ടിയത്? 13. 13 കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയാൻ പോണേ. 9 പ്ലസ് 4 ഇൻറ്റു 7 മൈനസ് 12/2. 9 പ്ലസ് 4 ഇൻറ്റു 7 മൈനസ് 12/2. ചെയ്യാം. ആദ്യത്തെ ആൻസർ 31. ശരിയാണ്, 31. ഓക്കെ, കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 31 ശരിയായ ആൻസർ ആണ് കേട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയേ. കുറെ 5 വെച്ചിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. പതിനൊന്നാണോ സെക്കൻഡ്? 11 കറക്റ്റ് ആൻസർ ആണ്. 11. ആ
കിട്ടാത്തവരുണ്ടോ? 5ന്റെ സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. 7 + 7 + 7 ബ്രാക്കറ്റിന്റെ പുറത്ത് ഡിവിഷൻ 7 ബൈ 3 + 3 + 3 ബൈ 3. ഒന്നാണ് മിസ്സേ. 1. ഒന്നാണോ എല്ലാവർക്കും? Yes, correct answer ആണ്. 1 ആണ് ആൻസർ. കിട്ടാത്തവരുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അടുത്തത് കൂടി ചെയ്യാം. 0.2 + 0.2 0.2 into 0.2 ബ്രാക്കറ്റില് 0.2 ഡിവിഷൻ 0.2. .44 ആണോ? 0.44. വേറെ ഏതെങ്കിലും ആൻസർ ആയിട്ട് ഉണ്ടോ നോക്ക് ആർക്കെങ്കിലും? 0.36. 0.36. 36 ഉണ്ട്. ആൻസർ കറക്റ്റ് ആണ്. 0.36 ആണ് കറക്റ്റ്. എവിടെ തെറ്റിയോ നോക്കിയേ. ബ്രാക്കറ്റിന്റെ ആൻസർ 1 ആണല്ലോ. 0.2 ഡിവൈഡ് ബൈ 0.2 അത് 1 ആണ് ആൻസർ. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോ 0.4 കിട്ടും അല്ലേ? 0.4 മൈനസ് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 0.04. ഓക്കെ, ഇൻറ്റു 1. അപ്പൊ അത്രേ ഉള്ളൂ. മൈനസ് ചെയ്യണം. 0.4ന്ന് 0.04 മൈനസ് ചെയ്യേണ്ടത്. ഇവിടെ 0 ചേർക്കണം. അപ്പൊ അത് 10 ആക്കും. 10 ആക്കിയിട്ട് ആണ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ 6 വരും. 10ൽ 4 വരും. ബാക്കി ഇവിടെ 3 ഉള്ളൂ. മുകളിൽ നിന്ന് നമ്മൾ ഒരു ഇപ്പുറത്തുനിന്ന് അങ്ങോട്ട് കടം വാങ്ങിച്ചല്ലോ. അപ്പൊ ബാക്കി ഇവിടെ 3 ഉണ്ട്. 3 കൂട്ടിറക്കി ചെയ്യുക. 0.36 ആണ് ആൻസർ. ഓക്കെ, ഓക്കെ. ഇപ്പൊ ഇവിടെ ഒരു എനിക്ക് തോന്നുന്നു കുറച്ച് 2 സെറ്റുകളായിരിക്കും. ദാറ്റ് മീൻസ് ഒരു 14ഉം ഒരു 16ഉം സെറ്റുള്ള ക്വസ്റ്റ്യൻസിലെയാണ് നമ്മളിപ്പോ ഇന്ന് ചെയ്തത്. കുറച്ചധികം പ്രോബ്ലംസ് ഇന്ന് ചെയ്യാൻ പറ്റിയിട്ട് കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളായതുകൊണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇടയിൽ നിന്ന് ചിലതൊക്കെ ഓരോന്ന് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ് ചെയ്തേക്കണത്. ബിക്കോസ് എന്താ പറയാ, അത് എളുപ്പമുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന പോലത്തെ രീതിയിലുള്ളതൊന്നും ചെയ്തില്ല എന്ന് മാത്രം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിനകത്തുനിന്ന് ചെയ്യാത്ത, നിങ്ങൾക്ക് ഇപ്പൊ നോട്ട്സ് സെൻഡ് ചെയ്ത് കഴിയുമ്പോ ഇതിനകത്ത് നമ്മളിവിടെ ക്ലാസ് ടൈമിൽ ഇരുന്ന് ചെയ്യാത്ത പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കാം കേട്ടാ. ഇതിനകത്ത് ചെയ്യാത്തതുണ്ട്, വിട്ടിട്ടുണ്ട്, ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേപോലത്തെ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ ഒരേ മോഡലിലോ ഒന്നിൽ കൂടുതൽ നിങ്ങൾ തന്നെ കുറെ എല്ലാവരും തന്നെ ആൻസർ ചെയ്തവരാണ്. അല്ലാണ്ട് ഞാൻ എല്ലാം ചെയ്ത് കാണിച്ചു തന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓർക്കുക, അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് ചെയ്യിപ്പിക്കാന്. അപ്പൊ ബാക്കിയുള്ളതിനകത്തുനിന്ന് വിട്ടുപോയേക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് അടുത്ത ദിവസത്തേക്ക് കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം നമുക്കിവിടെ ക്ലാസ്സിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. സൊല്യൂഷൻസും ക്വസ്റ്റ്യനും നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നുണ്ട്.
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ബൈ ബൈ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.